നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുന്നിൽ 45,000 മുതൽ 70,000 രൂപ വരെ സാലറി ലഭിക്കുന്ന ഈ പറഞ്ഞ പോലെ 8,000-ൽ പരം ഒഴിവുകളുള്ള 2 പരീക്ഷകൾ, NTPC ഗ്രാജുവേറ്റ് ലെവൽ ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, ഈ 2 പരീക്ഷകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങളുണ്ട്. എന്താണ് ഈ എക്സാം എന്നായിരിക്കും അല്ലേ? നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യബോധം വേണം. നമ്മൾ എത്ര ദിവസത്തേക്ക് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, എത്ര സമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, അത് ഏതൊക്കെ വിഷയങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് പഠിക്കണം. ഇങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു പരീക്ഷയും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ എങ്ങനെ ആണ് പഠിച്ചു തുടങ്ങേണ്ടത്, പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എക്സാമിന് അപ്ലൈ ചെയ്തു, അവസരം കണ്ടു, വീഡിയോ കണ്ടു, പരസ്യം കണ്ടു, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടു, ഇവിടെ ഇങ്ങനെ വീഡിയോസ് കണ്ടു, അപ്പോൾ എന്ത് ചെയ്യാം, കൊള്ളാവുന്ന ഒരു എക്സാം ആണെന്ന് തോന്നി, എക്സാമിന് ഈ പറഞ്ഞ പോലെ 500 രൂപയും കൊടുത്ത് അപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാമിൻ്റെ CBT-1 ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്ത് 265 ദിവസങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഞാൻ അപ്പുറത്ത് പറയുന്നു, നിങ്ങളുടെ അടുത്ത് പറയുന്നു, 265 അല്ല, നിങ്ങളൊരു 120 ദിവസം മാത്രമേ എക്സാമിന് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ജോലിയാണ്, വെറുതെ കിട്ടുന്നതല്ലല്ലോ ജോലി ആരെങ്കിലും വെറുതെ എടുത്ത് നിങ്ങൾക്ക് തരുമില്ല. ഇത്രയും സാലറി ലഭിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോബ് സെക്യൂരിറ്റി ഉള്ള, അത്രയും ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു സെക്യൂരിറ്റി ഉള്ള ജോബ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ പണിയെടുത്തേ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ 120 ദിവസമാണെങ്കിൽ ആ 120 ദിവസത്തെ നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. കറണ്ട് അഫയേഴ്സ് പൊതുവിൽ RRB എക്സാംസിന് നിങ്ങൾ ഏത് പരീക്ഷ എടുത്തോളൂ, നമ്മുടെ മുന്നിൽ കഴിഞ്ഞ വർഷം 2024 8 നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 അല്ലെ, മിനിസ്റ്റീരിയൽ പോസ്റ്റ്, പാരാമെഡിക്കൽ പോസ്റ്റ്, ജൂനിയർ എഞ്ചിനീയർ എക്സാം, NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, ഗ്രൂപ്പ് D എക്സാം, RPF SI എക്സാം, RPF കോൺസ്റ്റബിൾ എക്സാം. RPF-ന് 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഇതെല്ലാം കൂടെ കൂട്ടി 10ഓളം എക്സാമുകൾ കഴിഞ്ഞ വർഷം നമുക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സിനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ RRB എക്സാംസിന് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സിന് നമുക്കൊരു 15ഓളം ഹെഡുകളായിട്ട് തരംതിരിക്കാം. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ഈ 15 ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു 2-3 ടൈപ്പ് ഓഫ് നോട്ട്സ് എങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ചുമ്മാ പറയുന്നതല്ല, ഇത് ഈ പറഞ്ഞ പോലെ പ്രൂവൺ സ്ട്രാറ്റജിയാണ്. നമ്മുടെ ടോപ്പേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി. പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ വിട്ടുപോകാതെ നോക്കേണ്ട കാര്യങ്ങൾ? 3 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ സാധാരണ കൺവെൻഷണൽ ടെക്സ്റ്റ് ബുക്സിൽ കാണുന്ന ഒരു ചോദ്യമല്ല, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് അല്ല. പക്ഷെ ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. ഇത് നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഷെഡ്യൂളാണ്. ഒരു 120 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ. ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്, ഇവിടെ സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റ് ഉണ്ട്, അഗെയിൻ സബ്ജക്റ്റിൻ്റെ ഫുൾ ടെസ്റ്റ് ഉണ്ട്, ആൻഡ് ഫുൾ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെ തന്നെ സജ്ജരാക്കിയിട്ട് പ്രിപ്പറേഷനുമായിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാനും ഈ വർഷം തന്നെ ജോലിയിൽ കയറാനും പറ്റുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ NTPC എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തോടുകൂടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും ആപ്ലിക്കേഷൻ വിൻഡോ ഏറെക്കുറെ അവസാനിക്കുന്നൊരു മട്ടാണ് അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുന്നിൽ 45,000 മുതൽ 70,000 രൂപ വരെ സാലറി ലഭിക്കുന്ന ഈ പറഞ്ഞ പോലെ 8,000-ൽ പരം ഒഴിവുകളുള്ള 2 പരീക്ഷകൾ, NTPC ഗ്രാജുവേറ്റ് ലെവൽ ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, ഈ 2 പരീക്ഷകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എല്ലാ വർഷവും NTPC പരീക്ഷ ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം നമുക്ക് 11,000-ഓളം ഒഴിവുകളാണ് ഈ 2 എക്സാമും കൂടെ ഉണ്ടായിരുന്നത്. ഈ വർഷം അത് 8,000 ചിലാനുമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ ഇതിലും വാക്കൻസി കുറയാം. വർഷം എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാക്കൻസീസിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു വർധനവ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള അവസരം പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമിന് എല്ലാവരും അപ്ലൈ ചെയ്തു. നമ്മൾ ഈ പറയുന്ന പോലെ സോണ് ഏത് RRB സെലക്ട് ചെയ്യണം, ഏത് പോസ്റ്റിന് പ്രിഫറൻസ് കൊടുക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് തുടങ്ങി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഒരേ ഒരു വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ, എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ള കുറേ സംശയങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങളുണ്ട്. എന്താണ് ഈ എക്സാം എന്നായിരിക്കും അല്ലേ? നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യബോധം വേണം. നമ്മൾ എത്ര ദിവസത്തേക്ക് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, എത്ര സമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, അത് ഏതൊക്കെ വിഷയങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് പഠിക്കണം. ഇങ്ങനൊരു തോന്നൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു പരീക്ഷയും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് NTPC പരീക്ഷയ്ക്ക് മാത്രമല്ല, മറ്റേത് എക്സാമിന്, നിങ്ങൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇത്രയും ധാരണകൾ വേണം. അപ്പോൾ പരീക്ഷ എന്നായിരിക്കണം
അല്ലേ? അതുപോലെ തന്നെ എങ്ങനെ ആണ് പഠിച്ചു തുടങ്ങേണ്ടത്, പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കഴിഞ്ഞ വർഷത്തെ NTPC എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും, NTPC എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടായിരിക്കും, കഴിഞ്ഞ വർഷത്തെ NTPC എക്സാമിൻ്റെ CBT 1 CBT 2 ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് അവൈറ്റിംഗ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കാം, ചിലപ്പോൾ CBT 1 വീണ് പോയവരുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഉതകും വിധത്തിലുള്ള, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള, എല്ലാവർക്കും പ്രാക്ടിക്കലി യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഒരു പഠന രീതിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ പരമാവധി കണ്ടിരിക്കാനായിട്ട് നോക്കുക. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോടുകൂടെ നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും കുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ധാരണ ഉണ്ടാവില്ല. ഒരു എക്സാമിന് അപ്ലൈ ചെയ്തു, അവസരം കണ്ടു, വീഡിയോ കണ്ടു, പരസ്യം കണ്ടു, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടു, ഇവിടെ ഇങ്ങനെ വീഡിയോസ് കണ്ടു, അപ്പോൾ എന്ത് ചെയ്യാം, കൊള്ളാവുന്ന ഒരു എക്സാം ആണെന്ന് തോന്നി, എക്സാമിന് ഈ പറഞ്ഞ പോലെ 500 രൂപയും കൊടുത്ത് അപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, കോഴ്സ് എടുത്ത് പഠിക്കണോ അറിയില്ല, ഫ്രീ ക്ലാസ് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടോ, ചിലപ്പോൾ കിട്ടുമായിരിക്കും, എന്നാൽ ആ ക്ലാസ് കണ്ടൊന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു വാലും തുമ്പും ഇല്ലാതെ എന്ത് ചെയ്യും, ഇതിൻ്റെ പുറകെ ഓടും. എന്നാൽ എക്സാമിനോട്ട് കടക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് അങ്ങേയറ്റത്തെ കോമ്പറ്റീഷൻ ഡിമാൻഡ് ചെയ്യുന്നതാണ്. NTPC പോലുള്ളൊരു പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് ഓൾ ഇന്ത്യ തലത്തിൽ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. അതിനുവേണ്ടി ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, ഒരുപാട് സമയം ഉറക്കൊളിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ കൂടെയാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. അതിപ്പോൾ NTPC അല്ലെങ്കിൽ RRB കണ്ടക്ട് ചെയ്യുന്ന ഒരു മത്സര പരീക്ഷ എന്നുള്ളതല്ല. നിങ്ങൾ കേരള PSC എഴുതിയാണെങ്കിലും, ബാങ്ക് എക്സാംസ് എഴുതുകയാണെങ്കിലും, SSC പരീക്ഷ എഴുതുകയാണെന്നുണ്ടെങ്കിലും, എല്ലാ മത്സര പരീക്ഷയ്ക്കും, അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നിരിക്കുന്നത്, കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെ, മത്സര പരീക്ഷ. മത്സരിക്കാനാണ് എല്ലാവരും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കേണ്ടത് എന്നുള്ളൊരു തോന്നലോട് കൂടെ വേണം നിങ്ങൾ എക്സാമിനെ സമീപിക്കാനായിട്ട്. ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ അത്തരത്തിൽ പ്രാപ്തരാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജിയെ, നിങ്ങളുടെ പഠന രീതിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരമാവധി നിങ്ങളടുത്ത് പറഞ്ഞു തരാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരീക്ഷ എന്നായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ പഠിച്ചു തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ ആദ്യമായിട്ട് NTPC എന്ന് പറയുന്ന പരീക്ഷയെ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു കുട്ടിയായിരിക്കും. ചിലപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒരുപാട് എഴുതിയിട്ട് ഈ പറഞ്ഞ പോലെ ഫൈനൽ റൗണ്ടിൽ ഔട്ടായവരോ, അല്ലെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ ഔട്ടായവരോ, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരോ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്താണ്? 3, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമുണ്ടോ? കുറേ ക്ലാസ്സുകൾ കണ്ടതുകൊണ്ട് കാര്യമുണ്ടോ? കുറേ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇതിനെല്ലാത്തിനും ഒരു രീതി വേണ്ടേ, ഒരു അടക്കം ചിട്ടയും വേണ്ടേ, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചർ വേണ്ടേ, ഒരു സ്റ്റഡി പ്ലാൻ വേണ്ടേ, ഒരു സ്ട്രാറ്റജി വേണ്ടേ? അതെന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് സമയം കളയാതെ മുന്നോട്ട് പോവാം. ആദ്യം പരീക്ഷ എന്നായിരിക്കും. അപ്പോൾ ഇതിന് മുന്നിൽ പരീക്ഷ എന്ന് വ്യക്തമായിട്ട് പ്രവചിക്കാനായിട്ട് ഞാൻ കാണിപ്പയ്യോരോ അത്തരത്തിലുള്ളൊരു ജ്യോതിഷിയൊന്നുമല്ല. നമുക്ക് ആർക്കും അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല പരീക്ഷയുടെ ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലുള്ളത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷ നടത്തിയിട്ടുള്ള നാൾ വഴികൾ, മറ്റ് പരീക്ഷകളിൽ RRB കാണിച്ചിട്ടുള്ള ടൈം ടേബിൾ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, എത്രത്തോളം സമയമെടുത്തിട്ടാണ് RRB ഓരോ പരീക്ഷയും സമീപിച്ചിട്ടുള്ളത്, ഇതിൽ നിന്നും നമ്മൾ എത്ര ദിവസം വരെ നമുക്ക് മിനിമം കിട്ടാം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ധാരണയിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്, ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു അസംഷനാണ്, കൺക്ലൂഷൻ പോലെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്താണ്, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ സമീപിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് കഴിഞ്ഞ വർഷത്തെ NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ഡേറ്റുകളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നത്. NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം വന്ന ഡേറ്റ് ഞാനിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 13, 2024 കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ വർഷത്തെ NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഒക്ടോബർ 20, 2025 ഇവിടെ 265 ദിവസങ്ങൾക്കിപ്പുറമാണ് നിങ്ങൾക്ക് ജൂൺ 5-ാം തീയതിയാണ് കഴിഞ്ഞ വർഷത്തെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാമിൻ്റെ CBT 1 ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്ത് 265 ദിവസങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ ഞാൻ അപ്പുറത്ത് പറയുന്നു, നിങ്ങളുടെ അടുത്ത് പറയുന്നു, 265 അല്ല, നിങ്ങളൊരു 120 ദിവസം മാത്രമേ എക്സാമിന് കൊടുക്കാൻ പാടുള്ളൂ. 265 ദിവസം കഴിഞ്ഞ വർഷം കിട്ടി. കഴിഞ്ഞ വർഷം അത്രയും ദിവസം കിട്ടിയിട്ടുള്ള 265 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നമ്പർ ഓഫ് ഡേയ്സ് ആണ് അല്ലേ. നമുക്കൊരു ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും കിട്ടാവുന്നതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇത്രയും ദിവസം കിട്ടുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാം. ജോലി താല്പര്യമുള്ള അങ്ങേയറ്റത്തെ മത്സരബുദ്ധിയോടുകൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 265 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സുവർണ അവസരം തന്നെയാണ്. അവൻ തുടക്കം തൊട്ട് അവസാനം വരെ വള്ളി പുള്ളി തെറ്റാതെ ഇരുന്ന് പഠിക്കുന്നവന് ഈ 265 ദിവസം എന്തുകൊണ്ട് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് എന്തുകൊണ്ടും
നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, 265 ദിവസം ഉണ്ടല്ലോ എന്നുള്ളൊരു ധാരണയിൽ, എക്സാമിൻ്റെ ഡേറ്റ് വരുന്നില്ലല്ലോ എന്നുള്ളൊരു ധാരണയിൽ ഉഴപ്പിയിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം കയ്യിൽ നിന്നും പോകാനും സാധ്യതയുണ്ട്. മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ദിവസം കിട്ടുമ്പോൾ അങ്ങനെ രണ്ട് സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ 120 ദിവസമേ മനസ്സിൽ വെക്കാവൂ. എന്തുകൊണ്ടാണ് ഈ 120ൻ്റെ കണക്ക്? ഇത് എവിടെയാണ് 120ൻ്റെ കണക്ക് വന്നത്? കഴിഞ്ഞ വർഷത്തെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നമ്മുടെ റെയിൽവേ സ്കോർ അക്കാഡമിയുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഇതുപോലുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ ഇട്ടതിന് ശേഷം ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി RRBക്ക് ആകെ എടുക്കേണ്ടി വന്നത് 120 ദിവസമാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RRB നടത്തിയിട്ടുള്ള മത്സര പരീക്ഷകളുടെ എല്ലാത്തിൻ്റെയും ഷെഡ്യൂൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RRBക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടാൽ 120 ദിവസത്തിലും പരീക്ഷ നടത്താനായിട്ട് അറിയാമെന്ന് വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ വർഷം ജൂനിയർ എഞ്ചിനീയർ എക്സാം അത്രയും സമയം കൊണ്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? ഈ 120 ദിവസം ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അല്ലാതെ ഈ 165 ദിവസം ഇനി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരീക്ഷയും പൊട്ടും. മനസ്സിലായോ? അപ്പോൾ 120 ദിവസമേ നിങ്ങളുടെ മുന്നിലുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ വേണം നിങ്ങൾ എക്സാമിനെ സമീപിക്കാനായിട്ട്. ഇനി ടയർ 1 to ടയർ 2 വരെയുള്ള കണക്ക് എന്താണ്? കഴിഞ്ഞ വർഷത്തെ എക്സാമ്പിൾ തന്നെ നമ്മൾ പിടിച്ചാൽ മതി. ജൂൺ 5 തൊട്ട് ജൂൺ 24 വരെ എക്സാം കണ്ടക്ട് ചെയ്തിട്ട് ഒക്ടോബർ 13 ടയർ 2 ഡേറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ 112 ദിവസമാണ് കിട്ടിയത്. ആ 112 ദിവസം തന്നെ നിങ്ങൾ ടയർ 2 എക്സ്പെക്ട് ചെയ്താൽ മതി. എന്നാൽ അണ്ടർ ഗ്രാജുവേറ്റിൽ ഇത്തവണ ഈ 112 എന്നുള്ളത് വെട്ടിയിട്ടുണ്ട്. 112നെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് 102 ദിവസം കൊണ്ട് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ടയർ 2 എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റി, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു RRB. അപ്പോൾ രണ്ട് പരീക്ഷകൾക്കിടയിൽ 102 ദിവസം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 3 മാസം സമയം നിങ്ങൾക്ക് ഉള്ളൂ. ആ സമയം കൊണ്ട് നിങ്ങൾ സിലബസ് കവർ ചെയ്യണമെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും ടൈറ്റ് ആയിട്ടും എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് RRBക്ക് പറ്റും. ഇത്രയും റിലാക്സ് ചെയ്തുകൊണ്ട് എക്സാം കണ്ടക്ട് ചെയ്യാനും RRBക്ക് പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂള് മുറുകെ പിടിച്ച് ആ ഷെഡ്യൂളിൻ്റെ ഒപ്പം നിങ്ങൾ പഠിച്ചെത്തിയാൽ മാത്രമേ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യുള്ളൂ. റിലാക്സ് ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ RRB പെട്ടെന്ന് എങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെടും. ഓക്കെ. അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ആ കാര്യത്തിൽ 321 ദിവസമാണ് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ കിട്ടിയത് 2024. 321 ദിവസം, ഏകദേശം ഒരു വർഷം സമയമെടുത്തു. സെപ്റ്റംബർ 21, 2024 നിന്നും ഓഗസ്റ്റ് 7-ാം തീയതിയാണ് പരീക്ഷ കണ്ടക്ട് ചെയ്തത് 2025. പക്ഷേ ഡിസംബർ 20-നാണ് 2025 CBT2. അപ്പോൾ ഇവിടെ 321 കിട്ടി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. ഇവിടെ 102 ദിവസമേ കിട്ടിയുള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ RRB ടൈറ്റായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളെ മുന്നിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ മാക്സിമം 120 ദിവസം, അതായത് 4 മാസം സമയം. നോട്ടിഫിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്താൽ നിങ്ങൾ ഇനി ഒരു 3 മാസം, നോട്ടിഫിക്കേഷൻ ഏകദേശം 1 മാസത്തോളം ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു 100 ദിവസം കൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എക്സാമിന്. 100 ദിവസം കഴിയുമ്പോൾ പരീക്ഷ വരും എന്നുള്ള ധാരണയിൽ പഠിച്ച് തുടങ്ങുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യുള്ളൂ. ഞാൻ തമാശ പറയുന്നതല്ല, ആ രീതിയിൽ പഠിച്ചവർക്ക് എക്സാം കിട്ടുള്ളൂ. കാരണം അത്രയും വാക്കൻസിയും അത്രയും കോമ്പറ്റീഷനും ഈ പറഞ്ഞ പോലെ വർദ്ധിച്ചു വരികയാണ്. കോമ്പറ്റീഷൻ കൂടി വരുന്നു, വാക്കൻസി കുറഞ്ഞു വരുന്നു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? നിങ്ങൾ ആ രീതിയിൽ നിങ്ങളെ സജ്ജരാക്കണം. ആൻഡ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, പ്രത്യേകിച്ച് പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന, ആദ്യമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് കേരള PSC പോലുള്ള പരീക്ഷകൾ എഴുതുന്ന ആളുകൾ, SSC പോലുള്ള പരീക്ഷകൾ എഴുതുന്ന ആളുകൾ, RRB പോലുള്ള മത്സര പരീക്ഷകൾ കഴിഞ്ഞ വർഷം ടയർ 1 എഴുതി ചിലപ്പോൾ ടയർ 2 എഴുതിയിട്ടിരിക്കുന്ന ആളുകൾ ഈ വർഷം എഴുതാനായിട്ടുണ്ടായിരിക്കും, ടയർ 2 കടക്കാത്തതിൻ്റെ പുറത്ത്. അപ്പോൾ അവരൊക്കെ ഓൾറെഡി പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം പഠിച്ചു വച്ചിരിക്കുന്ന കുട്ടികളാണ്. അവരുടെ കൂടെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ റിലാക്സ് ചെയ്യാനായിട്ട്, എൻ്റെ ആദ്യത്തെ മത്സര പരീക്ഷയല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി, ഞാൻ പതുക്കെ പഠിച്ച് കൺസെപ്റ്റൊക്കെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മത്സര പരീക്ഷയാണ്. നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണോ അവസാനമായിട്ട് എഴുതാൻ പോവുകയാണോ എന്നുള്ള കാര്യമൊന്നും RRBയെ സംബന്ധിച്ചിടത്തോളം, കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം, മറ്റാരെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന കാര്യമല്ല, നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എക്സ്ട്രാ ടൈം കണ്ടെത്തി പഠിക്കാനിരുന്നാൽ തന്നെ മത്സര പരീക്ഷ ജയിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പറയുമ്പോൾ വിഷമം തോന്നും, പറയുമ്പോൾ മുഷിച്ചിൽ തോന്നും, പക്ഷേ റിയാലിറ്റി അതാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതാണ്. അങ്ങനെ നോക്കി തന്നെ പഠിക്കുക. അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സിൽ എക്സാമിനെ സമീപിക്കുക. നിങ്ങൾക്ക് ജോലിയാണ്, വെറുതെ കിട്ടുന്നതല്ലല്ലോ ജോലി. ആരെങ്കിലും വെറുതെ എടുത്ത് നിങ്ങൾക്ക് തരുമോ? ഇല്ല. ഇത്രയും സാലറി ലഭിക്കുന്ന, സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോബ് സെക്യൂരിറ്റി ഉള്ള, അത്രയും ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു സെക്യൂരിറ്റി ഉള്ള ജോബ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ പണിയെടുത്തേ പറ്റൂ. ഓക്കെ. അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ പരീക്ഷയുടെ ഡേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. 120 ദിവസം അഥവാ 4 മാസമായിരിക്കും നിങ്ങൾക്ക് മാക്സിമം കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ 4 മാസത്തിനകത്ത് സിലബസ് മൊത്തം കവർ ചെയ്ത് റിവൈസ് ചെയ്ത് ടെസ്റ്റുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എക്സാമിനെ സജ്ജരാക്കുക, എക്സാമിന് വേണ്ടി നിങ്ങളെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക് നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ.
ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങും? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് എങ്ങനെ പഠിച്ചു തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ വീഡിയോ കാണുന്നതിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടായിരിക്കും അല്ലേ? ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടായിരിക്കും. ഇനി പകുതി വഴിയിൽ വീണു പോയവർ അല്ലേ? പാതി വഴിയിൽ വീണു പോയ ആളുകളുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം. ഇവരെല്ലാവരും ഈ പരീക്ഷ എഴുതാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും എക്സാമിനെ സമീപിക്കേണ്ടത് വ്യത്യസ്ത രീതികളിലാണ്. എന്നാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് നിങ്ങൾ ഏത് രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ സമീപിച്ചാലും നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ അവിടെ ആദ്യം പരീക്ഷയെ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം പഠിച്ചു തുടങ്ങിയവരായിരിക്കും നിങ്ങൾ. കഴിഞ്ഞ വർഷം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും. പക്ഷെ പരീക്ഷയെ മനസ്സിലാക്കാതെയാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പഠിത്തം കാര്യമായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ എങ്ങനെയാണ് പരീക്ഷയെ മനസ്സിലാക്കേണ്ടത്? സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിനകത്ത് കൊടുത്തുള്ള സബ്ജക്റ്റുകൾ മനസ്സിലാക്കണം. അതിനകത്ത് ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ റെഫറൻസ് ബുക്ക് എവിടെ നിന്നാണ് ഈ സാധനം പഠിക്കേണ്ടത് എന്നുള്ള ധാരണയും നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇനി അത് പ്രകാരമായിരിക്കണം നിങ്ങൾ ഇനിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ 120 ദിവസമാണെങ്കിൽ ആ 120 ദിവസത്തെ നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം സിലബസ് മനസ്സിലാക്കണം. സിലബസിൽ നിന്നും എന്തൊക്കെ സബ്ജക്റ്റുകളാണ് ഞാൻ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. സബ്ജക്റ്റുകളിൽ നിന്നും ആ ഓരോ സബ്ജക്റ്റും എന്തൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണമെന്ന് മനസ്സിലാക്കണം. അത് എവിടെ നിന്ന് പഠിക്കണമെന്ന് മനസ്സിലാക്കണം. ആ എവിടെ നിന്ന് പഠിക്കണമെന്ന് മനസ്സിലാക്കിയാൽ ആ പുസ്തകം അല്ലെങ്കിൽ ആ മെറ്റീരിയൽ കവർ ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കണം എന്നുള്ളത് വെച്ചുകൊണ്ട്, ഇപ്പം 120 ദിവസമാണെങ്കിൽ 120 ദിവസം കൊണ്ട് ഈ റെഫറൻസ് ബുക്കുകളൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ടൈം ടേബിൾ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. ഈ രീതിയിലൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്താലാണ് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 2, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. മുൻകാല ചോദ്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഏത് പരീക്ഷയാണ് നിങ്ങൾ സമീപിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ നോക്കിയേ പറ്റൂ. വേറെ വഴിയൊന്നുമില്ല നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾ നാളെ IAS പരീക്ഷ അല്ലെങ്കിൽ ഒരു IAS കാരനാവാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു IPS കാരനാവാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ എക്സാം എങ്ങനെയാണ്, എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണെന്ന് പോലും മനസ്സിലാക്കാതെ ചുമ്മാ അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ IAS IPS ആവുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകൾ, RRB എന്നല്ല ഏത് എക്സാമിനും നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ പരിചയപ്പെട്ടേ പറ്റൂ. 2 കാര്യങ്ങളാണ്. 1, കൺസെപ്ച്വൽ ഡെപ്ത്. ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരം, എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണ കിട്ടിത്തരും. മനസ്സിലാവുന്നുണ്ടോ? എത്രത്തോളം ആഴത്തിൽ പഠിക്കണം. ഇപ്പോൾ പൊളിറ്റി, ഞാൻ പഠിപ്പിക്കുന്ന വിഷയമാണ് പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇപ്പോൾ എന്താണ് ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്നത്? ചുമ്മാ ആർട്ടിക്കിൾ 25 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 26 അങ്ങനെ ഒരു ചോദ്യമാണോ ചോദിക്കുന്നത്? റൈറ്റ് ടു റിലീജിയൻ എന്നുള്ളൊരു ചോദ്യമാണോ ചോദിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25 എന്താണ്, ആർട്ടിക്കിൾ 26 എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ചോദ്യമാണോ ചോദിക്കാനായിട്ട് പോകുന്നത്? അത് ഡോക്ട്രിൻ ഓഫ് എസെൻഷ്യാലിറ്റി, ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഇത്തവണ ന്യൂസിലൊക്കെ വന്നിട്ടുള്ളതാണ്. അത്തരത്തിൽ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക്, ഡോക്ട്രിൻ ഓഫ് എസെൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ജുഡീഷ്യറിയും ജുഡീഷ്യൽ സംവിധാനങ്ങളും എല്ലാം ഉറ്റുനോക്കുന്ന, അവരെല്ലാം വിശകലനം ചെയ്യുന്ന ഒരു ആശയത്തിൽ ഊന്നി പഠിക്കണോ, അല്ലെങ്കിൽ അത്രയും ആഴത്തിൽ ഞാൻ പഠിക്കേണ്ട കാര്യമുണ്ടോ? അതോ ആർട്ടിക്കിൾ 25 എന്താണ്, ആർട്ടിക്കിൾ 26 എന്താണ് എന്ന് തുടങ്ങിയ ഈ പറയുന്ന ഉപരിതലത്തിൽ നിൽക്കുന്ന ചുമ്മാ കൺസെപ്റ്റുകൾ പഠിക്കാതെ ഫാക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതിയോ? ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ PYQ അറിയണം. ആൻഡ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഈ പറഞ്ഞ പോലെ ഫാക്റ്റ് ഓറിയൻറ്റഡ് ആണോ, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണോ? കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണെങ്കിൽ തന്നെ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ, പ്രോബ്ലമാറ്റിക് ആണോ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ നോക്കണം അല്ലേ? അപ്പോൾ അത് നോക്കണം. അത് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ സ്റ്റഡി സ്ട്രാറ്റജി സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യൻ എക്കോണമി നമ്മുടെ സിലബസിനകത്ത് പഠിക്കുന്ന കാര്യമാണ്. നിങ്ങൾ GK ഇന്ത്യൻ എക്കണോമിക്സ് പഠിക്കാനുണ്ട്. ഇന്ത്യൻ എക്കണോമിക്സ് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള എക്കണോമിക്സ് പഠിക്കാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, BOP ക്രൈസിസ്, ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലേ, അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ പോളിസി എന്താണ്, മോണിറ്ററി പോളിസി എന്താണ്, റവന്യൂ പോളിസി എന്താണ്, അങ്ങനെ കുറേ നയങ്ങൾ, പോളിസികളൊക്കെ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷെ മുൻകാല ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എക്കോണമിയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കറണ്ട് അഫെയർ ബേസ് ചെയ്തിട്ടാണ്, ബഡ്ജറ്റും സർവേയും ബേസ് ചെയ്തിട്ടാണ് RRB എക്സാംസിന്. അപ്പോൾ RRBയുടെ മുൻകാല ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ബഡ്ജറ്റും സർവേയും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്കോണമി ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടുതൽ കിട്ടും. അപ്പോൾ സ്റ്റഡി സ്ട്രാറ്റജി ഈ PYQനെ ബേസ് ചെയ്തുകൊണ്ട് വേണം ഡെവലപ്പ് ചെയ്യാനായിട്ട്. ആൻഡ് സിലബസ് നോക്കി ടോപ്പിക്ക് മനസ്സിലാക്കിക്കൊണ്ട് റെഫറൻസ് ബുക്കുകൾ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 120 ദിവസത്തേക്ക് അല്ലെങ്കിൽ 100 ദിവസത്തേക്ക് ഈ ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തെടുക്കണം.
ഇതാണ് പരീക്ഷയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്തവരും ഈ വർഷം ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തവരും നിങ്ങൾ ഇതിന് മുന്നേ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പോയിട്ടുള്ളപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒരു എക്സാമിനെ സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ രീതിയിൽ സമീപിക്കുക. ഈ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ അതിന് ഒബ്വിയസ്ലി അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, പരീക്ഷയെ മനസ്സിലാക്കി. അടുത്ത എന്താ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ വെയിറ്റേജ്, എത്രയൊക്കെ വെയിറ്റേജ് ആണ് ഓരോ സബ്ജക്റ്റിനും ഉള്ളതെന്നുള്ളത്. ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്നതിന് 30 മാർക്കാണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 30 മാർക്കാണുള്ളത്. GK-ക്ക് 40 മാർക്കാണുള്ളത്. 90 മിനിറ്റ് 100 മാർക്കാണ് നിങ്ങളുടെ ഒന്നാം ഘട്ട പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാം ഘട്ടമാകുമ്പോൾ 35 മാർക്കും 50 മാർക്കും ആയിട്ട് മാറും. അപ്പോൾ ഈ 40 മാർക്കിനകത്ത് എന്തും വരും, കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഒരു വിഷയം കൂടെ വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കം തൊട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു ഭാഗമാണ് കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് 15 ചോദ്യത്തോളം, 40-ൽ 15 ചോദ്യത്തോളമെങ്കിലും കറണ്ട് അഫെയർസ് ആയിരിക്കാനാണ് സാധ്യത. CBT 1-ൽ നിന്ന് 2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്ര കണ്ട് വെയിറ്റേജ് അതിനകത്ത് ഉണ്ട് താനും. എന്നാൽ 60% വെയിറ്റേജും ടെക്നിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കലായിട്ടുള്ള മെൻ്റൽ എബിലിറ്റി പോലെയുള്ള കാര്യങ്ങൾക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും റീസണിങ്ങിനും കൂടെ ചേർത്ത് 60%. നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്, CBT 1-ൻ്റെ കട്ട് ഓഫ് ഏകദേശം വന്നിരിക്കുന്നത് 70 മാർക്ക് മുതൽ 80 മാർക്ക് വരെയാണ്. അപ്പോൾ മാത്സ് റീസണിങ്ങിന് 60 മാർക്കുണ്ട്. മാത്സ് റീസണിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 55 മാർക്ക് വാങ്ങിക്കാൻ പറ്റിയാൽ, ഈ 40 മാർക്കിൽ നിന്ന് നിങ്ങൾക്കൊരു 25 മാർക്ക് വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 80 മാർക്ക് കിട്ടും അല്ലേ? 80 മാർക്ക് കിട്ടും. അപ്പോൾ അത്ര മാർക്കെങ്കിലും വാങ്ങിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ടയർ 1-ലെ 5 പോസ്റ്റുകളാണ് നിലവിലുള്ളത്. ഈ 5 പോസ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. NTPC ഗ്രാജുവേറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ കട്ട് ഓഫ് നമുക്ക് വന്നിരിക്കുന്നത് 82 ആ ഒരു റേഞ്ചാണ്. 75 to 85 റേഞ്ചിലാണ് ഈ പറഞ്ഞിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റിന്. കാരണം അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ വേക്കൻസി കുറവാണ്. അതുപോലെ തന്നെ എക്സാം കുറച്ചുകൂടെ ഈസി ആയിരുന്നതുകൊണ്ട് കട്ട് ഓഫ് കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ അത്ര കണ്ട് മാർക്ക് വാങ്ങിക്കാൻ പാകത്തിൽ വേണം നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എക്സാമിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കി. അതുപോലെ തന്നെ അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്? എക്സാമിൻ്റെ സിലബസാണ്. സിലബസ് വ്യക്തമായിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ അത് കൊടുത്തിട്ടുണ്ട്. ആ സംഭവം തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിലുള്ള ഓരോ ടോപ്പിക്സും നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് നോക്കുക. അതിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, മാത്സ് ആണെന്നുണ്ടെങ്കിൽ 30 മാർക്ക്. 30 മാർക്കിൽ എങ്ങനെയാണ് 30 മാർക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അതിനകത്ത് ഈ പറഞ്ഞ പോലെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നും എത്ര ടോപ്പിക്കാണ്, അല്ലെങ്കിൽ എത്ര മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് എത്ര മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ആൻഡ് വർക്കിൽ നിന്ന് എത്ര മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് എത്രയാണ്. മെൻസുറേഷനിൽ നിന്ന് എത്രയാണ്. പെർസെൻറ്റേജിൽ നിന്ന് എത്രയാണ്. അതുപോലെ തന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, LCM, HCF, അതായത് ഇന്നൊക്കെ ഓരോന്നിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ടായിരിക്കും അല്ലേ? ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഇപ്പം വർക്ക് ആൻഡ് ടൈം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റം പഠിക്കാം അല്ലേ? അപ്പോൾ അതേപോലെ ഒരുമിച്ച് മിക്സഡ് ആൻഡ് അലിഗേഷൻ പഠിക്കാം. അപ്പോൾ അതിന് ബേസിക്കായിട്ട് നിങ്ങൾക്ക് LCM, HCF അതിൻ്റെ ഫൗണ്ടേഷനായിട്ട് പഠിക്കാം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതൊക്കെ ഒരുമിച്ച് പഠിച്ച് തീർക്കാനായിട്ട് നോക്കുക നിങ്ങൾ പ്രിപ്പറേഷൻ്റെ സമയത്ത്. റീസണിങ്ങിനും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. GK-യുടെ കാര്യത്തിന് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. GK-യുടെ ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, മാത്സ് റീസണിങ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് ഓറിയൻറ്റേഷൻസ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ തന്നെ ചാനലിൽ അത് വ്യക്തമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓറിയൻറ്റേഷൻസ് തന്നിട്ടുണ്ട്. കാണാത്ത കുട്ടികൾക്ക് ആ വീഡിയോ കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായി. ഇനി നിങ്ങൾ പ്രിപ്പറേഷൻ്റെ റോഡ് മാപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 120 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് മുതൽ CBT 1-ൻ്റെ ഇടയിൽ 120 ദിവസമാണ് നമ്മൾ മിനിമം കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെയിറ്റേജും ഡിഫിക്കൽട്ടി ലെവലും മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചു തുടങ്ങുക. മാത്സിനും റീസണിങ്ങിനും 60 മാർക്ക് ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിൽ വേണം. GK മാത്രം ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. GK-ക്ക് 40 മാർക്കുള്ളൂ, മാത്സിനും റീസണിങ്ങിനും 60 മാർക്ക് ഉണ്ട്. അപ്പോൾ അതിനെ വെയിറ്റേജ് കൂടുതൽ കൊടുത്ത് പഠിക്കുക. കറണ്ട് അഫെയർസ് CA കറണ്ട് അഫെയർസ് സെലക്റ്റീവായിട്ട് പഠിക്കുക. എന്താണ് സെലക്റ്റീവ് പഠനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? സെലക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കറണ്ട് അഫെയർസ് പൊതുവിൽ RRB എക്സാംസിന് നിങ്ങൾ ഏത് പരീക്ഷ എടുത്തോളൂ. നമ്മുടെ മുന്നിൽ കഴിഞ്ഞ വർഷം 2024 8 നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 അല്ലെ, മിനിസ്റ്റീരിയൽ പോസ്റ്റ്, പാരാമെഡിക്കൽ പോസ്റ്റ്, ജൂനിയർ എഞ്ചിനീയർ എക്സാം, NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, ഗ്രൂപ്പ് D എക്സാം, RPF SI എക്സാം, RPF കോൺസ്റ്റബിൾ എക്സാം. RPF-ന് 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിയ 10ഓളം എക്സാമുകൾ കഴിഞ്ഞ വർഷം നമുക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർസിനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ RRB എക്സാംസിന് ചോദിക്കുന്ന കറണ്ട് അഫെയർസിന് നമുക്കൊരു 15ഓളം ഹെഡുകളായിട്ട് തരംതിരിക്കാം. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ഈ 15 ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബുക്സ് ആൻഡ് ഓതേഴ്സ്, സ്കീംസ്, അവാർഡ്സ്, സ്പോർട്സ്,
അതുപോലെയുള്ള അപ്പോയിൻമെൻറ്റ്സ്, അങ്ങനെ ഡിഫൻസ്, അങ്ങനെ ഒരു 10-15 ഹെഡുകളുടെ കീഴിലേക്ക് കറണ്ട് അഫയേഴ്സിനെ വ്യക്തമായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ 15 ഹെഡുകളുടെ കീഴിൽ വരുന്ന ആനുകാലിക വിഷയങ്ങളെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക, വ്യക്തമായിട്ട് റിവൈസ് ചെയ്തിട്ട് പോവുക. അതാണ് സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും. കറണ്ട് അഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കുകയാണ്, അല്ലെ, കടല പോലെ കിടക്കുകയാണ്. പക്ഷെ അതിനെ ഈ പറഞ്ഞ പോലെ 15 ടോപ്പിക്കുകളായിട്ട് അല്ലെങ്കിൽ അത്ര ഹെഡുകളായിട്ട് നിങ്ങളൊന്ന് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് അതിൽ ഓരോന്നിലും വരുന്ന ഭാഗങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്സ്, ഇപ്പോൾ 15 മാർക്കിനാണ് കറണ്ട് അഫെയർ ചോദിക്കുന്നതെങ്കിൽ അതൊരു 10 മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ഇതിനെ ഈ പറഞ്ഞ പോലെ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ ഇല്ലാതെ ചുമ്മാ കിട്ടുന്ന PDF-കളും മെറ്റീരിയലുകളും ന്യൂസ് പേപ്പറിൽ കാണുന്ന എല്ലാ വാർത്തയും നോട്ടാക്കി പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ തലപുകയും, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവില്ല, നിങ്ങൾ പഠിച്ചെല്ലാം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഈ 15 ടോപ്പിക്കുകളെ സെലക്റ്റീവായിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. ആൻഡ് നോട്ട്സ് എഴുതി പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട്സ് എഴുതി പഠിക്കുക എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിലും നിങ്ങൾ നോട്ട്സുകൾ എഴുതണം, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ട് എഴുതുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു ക്ലാസ് കാണുന്നു, ആ ക്ലാസ് കാണുന്ന മുറയ്ക്ക് ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൈയോടെ എഴുതി പോകുക. അതായിരിക്കും നിങ്ങളുടെ ക്ലാസ് നോട്ട് എന്ന് പറയുന്നത്. ഈ ക്ലാസ് നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ, എനിക്ക് ഇത്രയും ഭാഗങ്ങൾ സാറ് പറഞ്ഞതിൽ നിന്നും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ഞാൻ മറന്നു പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ഞാൻ ഓർത്തിരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു നോട്ടിലേക്ക് പകർത്തി. അതാണ് എൻ്റെ റിവിഷൻ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഇതുപോലും നോക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഒരു 4 പേജ് അല്ലെങ്കിൽ ഒരു 5 പുറം ഒരു A4 ഷീറ്റിനെ നടുവേ മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 സൈഡായിട്ട് എഴുതാൻ പറ്റും അതിനെ, അല്ലേ? അങ്ങനെ ഒരു 2 ഷീറ്റ് 3 ഷീറ്റിൽ ഹിസ്റ്ററിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് സുഖമാണ്. എക്സാമിൻ്റെ സമയത്ത് ചുമ്മാ മറച്ചു നോക്കിയാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിൽസോ രാജാക്കന്മാരുടെ പേരോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത്രയും ചെറുതാക്കി എഴുതുക. അപ്പോൾ അങ്ങനെ ഒരു 2-3 ടൈപ്പ് ഓഫ് നോട്ട്സ് എങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്, നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ചുമ്മാ പറയുന്നതല്ല, ഇത് ഈ പറഞ്ഞ പോലെ പ്രൂവൺ സ്ട്രാറ്റജിയാണ്. നമ്മുടെ ടോപ്പേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ആണ്. അവർ ഒരുപാട് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് പിള്ളേർ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഒട്ടുമിക്ക ആളുകളുടെ അടുത്തും ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒന്നിൽ കൂടുതൽ നോട്ടുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട്സ് അവരതിനെ ചെറുതാക്കി അവർക്ക് എക്സാമിൻ്റെ സമയത്ത് ചുമ്മാ നോക്കി പോകാൻ പാകത്തിനുള്ള നോട്ടുകൾ വരെ ആക്കിയിട്ടുള്ള കുട്ടികളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നോക്കി വെക്കുക. ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇനി ടയർ 1-ന് ശേഷം ടയർ 2-ന് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? റിവൈസ് ചെയ്യുക, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. കാരണം എന്താണ്, CBT 1-നും CBT 2-നും സെയിം സിലബസ് ആണ്. സിലബസിൽ യാതൊരു വിധത്തിലുള്ള മാറ്റമില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി CBT 1 നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ അടക്കം ചിട്ടയിലും പഠിച്ചിട്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, CBT 2-ലേക്ക് പോകുമ്പോൾ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് GK-യുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാം. കറണ്ട് അഫയേഴ്സിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയതായിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുക. ഇപ്പോഴത്തെ ഒരു RRBയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു ലാസ്റ്റ് 3-4 മന്ത്സിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും ചോദിക്കുന്നത്. കാരണം വർഷാവർഷം പരീക്ഷ നടത്തുന്നതുകൊണ്ട് ലാസ്റ്റ് ഒരു 6 മന്തിൻ്റെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റൂ, എക്സാമിന് മുന്നേ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് സജ്ജരാക്കി മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി. പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ വിട്ടുപോകാതെ നോക്കേണ്ട കാര്യങ്ങൾ? 3 കാര്യങ്ങളേ ഉള്ളൂ. 1, നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം. 2, അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തിരിക്കണം. 3, ടെസ്റ്റുകൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ 3 കാര്യങ്ങളും ചെയ്തിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. ഒരു എക്സാമിനെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്തു, ആ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തു, അതിനെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, പരീക്ഷകൾ എഴുതി. നിങ്ങളുടെ കാര്യം പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ പക്കയാണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇനി സിലബസ് കവറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് വെയിറ്റേജുകൾ മനസ്സിലാക്കിക്കൊണ്ട് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, നോട്ടുകൾ ഉണ്ടാക്കണം. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നോട്ട് മേക്കിംഗ് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വെയിറ്റേജ് എങ്ങനെ മനസ്സിലാക്കും? വെയിറ്റേജ് മനസ്സിലാക്കാനായിട്ട് മുൻകാല ചോദ്യങ്ങൾ നോക്കണം. അതിന് മുന്നിൽ നിങ്ങളുടെ മുന്നിൽ 2019 പരീക്ഷയുടെയും 2024 പരീക്ഷയുടെ ഒക്കെ എന്തുണ്ട്, ചോദ്യ പേപ്പറുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് ആ ചോദ്യ പേപ്പേഴ്സ് നോക്കിക്കൊണ്ട് ഓരോ ടോപ്പിക്കിൻ്റെയും വെയിറ്റേജ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വെയിറ്റേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പഠിക്കാൻ പോകുന്ന വിഷയം ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻഡസ് വാലി സിവിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ടോപ്പിക്കാണെന്ന് മനസ്സിലായി. ഇനി ഈ ടോപ്പിക്ക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു, വെയിറ്റേജ് മനസ്സിലാക്കി. ഇതിനകത്ത് എന്ത് ചെയ്യണം, കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, ക്ലാസ്സുകൾ കാണണം, സ്റ്റാൻഡേർഡ് ബുക്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് പഠിക്കണം. സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്ലാസ് IVCയുടെ ക്ലാസ് കണ്ടു,
റെഫറൻസിന് വേണ്ടി NCERT ബുക്കുകൾ പ്ലസ് എന്ത് നോക്കി, ലൂസൻ്റ് പോലെയുള്ള GKയുടെ ബുക്കുകളും നോക്കി. ഓക്കെ, അങ്ങനെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് മേക്ക് ചെയ്ത് പോവുക. ക്ലാസ് നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ റിവിഷൻ നോട്ട്സ്, ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പോൾ നമ്മളിവിടെ ക്യൂ കാർഡ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ കാർഡ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ക്യൂ കാർഡ്സ് അവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളിപ്പോൾ എക്സാമിന് പോകുന്ന സമയത്താണ് നിങ്ങളുടെ കയ്യിൽ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്യൂ കാർഡ്സ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു, ആ ക്വസ്റ്റ്യനായിട്ട് അനുബന്ധപ്പെട്ട ഫാക്റ്റുകൾ, ഒരു 2 ക്യൂ കാർഡ് കണ്ടു കഴിഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞു, റിവിഷൻ കഴിഞ്ഞു, എളുപ്പം തന്നെ നിങ്ങൾക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യമാണ്. ഇനി പ്രോപ്പറായിട്ടുള്ള റിവിഷൻ. അപ്പോൾ റിവിഷന് വേണ്ടി നിങ്ങൾക്ക് 3 രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. 1 റിവിഷൻ ക്ലാസ്സുകൾ, 2 ആഡ് ഓൺ ക്ലാസ്സുകൾ, 3 റിവിഷൻ്റെ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന നോട്ടുകൾ. റിവിഷൻ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് PYQ സീരീസുകൾ കാണാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ കവർ ചെയ്തുകൊണ്ടുള്ള മാരത്തോൺസ് കാണാം, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടുള്ള സീരീസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിന് പുറമെ ആഡ് ഓൺസ്. എന്താണ് ആഡ് ഓൺസ് എന്ന് പറഞ്ഞാൽ? വാല്യൂ ആഡിങ് ക്ലാസ്സസ് ആണ്. എന്താണ് വാല്യൂ ആഡിങ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ മാറുന്ന പാറ്റേൺസ് അനുസരിച്ച് പുതിയ ഏരിയകളിൽ നിന്നും RRB ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ പുതിയ ഏരിയകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ, അതാണ് വാല്യൂ ആഡിങ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു, അതിനെ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ PYQ സീരീസും ഇമ്പോർട്ടൻറ്റ് ഏരിയ കവറിംഗ് സീരീസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസും ഒക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. ആ ഭാഗം എൻ്റെ പക്കയാണ്. ഇനി എല്ലാവരും പഠിക്കാത്ത ചില ഭാഗത്തു നിന്ന് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ ഭാഗം കൂടെ പഠിച്ചാലാണ് എൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതിനുവേണ്ടി വാല്യൂ ആഡിങ് ക്ലാസ്സുകൾ. വാല്യൂ ആഡിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ വർഷം നമുക്കിവിടെ ഒരു ആഡ് ഓൺ ആയിട്ട് വെക്കാൻ പറ്റുന്നത്, ഞാൻ എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ് ഞാൻ പറയുന്നത്. പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഒരു ഭാഗമുണ്ട്. ഈ പോസ്റ്റ് മൗര്യൻ പീരീഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 NTPC പരീക്ഷയുടെ 2019 നോട്ടിഫിക്കേഷൻ പ്രകാരം കണ്ടക്ട് ചെയ്തിട്ടുള്ള NTPC പരീക്ഷയ്ക്ക് ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷേ 2024 പതിവിൽ നിന്നും വിട്ട് SSCക്ക് പോലും ചോദിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ചോദിക്കാനായിട്ട് തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഷാഗാസ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ട്രൈബിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ്? യുവേച്ചി ട്രൈബ് എന്നുള്ള ഒരു ട്രൈബാണ്. യുവേച്ചി എന്ന് പറയുന്ന ഒരു ട്രൈബാണ് ഷാഗാസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ കൺവെൻഷണൽ ടെക്സ്റ്റ് ബുക്സിൽ കാണുന്ന ഒരു ചോദ്യമല്ല, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് അല്ല. പക്ഷെ ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതൊരു വാല്യൂ ആഡിങ് ആണ്. കാരണം ആ ഭാഗം ഇനി നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുണം എന്താണ്? ഇത് സാധാരണഗതിയിൽ അധികം മെറ്റീരിയൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല, അധികം ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ അല്ല. പക്ഷെ ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ കണ്ടു, എനിക്ക് അതിൻ്റെ മെറ്റീരിയൽസ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വാല്യൂ ആഡ് ചെയ്തു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ റിവിഷൻ നോട്ട്സ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ റിവിഷൻ നോട്ട്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം കവർ ചെയ്താൽ മതി. ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം അത്. അതിനകത്ത് നിങ്ങൾ ടിപ്സും ട്രിക്സും നിമോണിക്സും എല്ലാം പരമാവധി യൂസ് ചെയ്യണം. ക്ലാസ് നമ്മൾ നേരത്തെ കണ്ട ക്ലാസ് നോട്ട്സ് അല്ല, റിവിഷൻ നോട്ട്സ് എന്ന് പറഞ്ഞത് സെപ്പറേറ്റ് തന്നെ സംഭവമാണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം കവർ ചെയ്താൽ മതി. അത് ക്രിസ്പ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതിനകത്ത് ടിപ്സും ട്രിക്സും നിമോണിക്സും ഉൾപ്പെടുത്തുക മാക്സിമം. ഓക്കെ, അപ്പോൾ റിവിഷൻ നടത്തി. ഇനി റിവിഷൻ കൊണ്ട് തീരുന്നോ? ഇല്ല, ടെസ്റ്റുകൾ എടുക്കണം. അപ്പോൾ ടെസ്റ്റുകൾ എടുക്കുമ്പോൾ നമ്മൾ പൊതുവെ നമ്മുടെ ഇവിടെ കോഴ്സിൽ കൊടുക്കുന്ന ടെസ്റ്റുകൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രത്യേകത നോക്കുക. ടോപ്പിക് ടെസ്റ്റ് ഉണ്ട് ഇവിടെ, സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റ് ഉണ്ട്, അഗെയിൻ സബ്ജക്റ്റിൻ്റെ ഫുൾ ടെസ്റ്റ് ഉണ്ട്, ആൻഡ് ഫുൾ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഈ 5 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കുക. ടോപ്പിക് ടെസ്റ്റ്, ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക്കാണ് മൗര്യൻ എന്ന് പറയുന്നത്, അല്ലേ? മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ മൗര്യൻ പീരീഡിൽ നിന്നുള്ളൊരു ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ടോപ്പിക് ടെസ്റ്റ് ആയിരിക്കും. ഹിസ്റ്ററിയിലെ ഒരു പാർട്ടാണ് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി. ഏൻഷ്യൻ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്ററിയിലെ ഒരു പാർട്ടാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിലൊരു ടോപ്പിക്കാണ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൗര്യൻ പീരീഡായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് ആകുമ്പോൾ അത് ടോപ്പിക് ടെസ്റ്റായി. ഹിസ്റ്ററിയുടെ ഒരു പാർട്ടാണ് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായി? സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റായി. ഏൻഷ്യൻ്റ് ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് വരുമ്പോൾ അത് സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റായി. മൾട്ടിപ്പിൾ സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റ്, അതെന്താ മൾട്ടിപ്പിൾ സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങൾ എന്ത് പഠിക്കുന്നു? ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പഠിക്കുന്നു. പൊളിറ്റിയിൽ നിന്നും നിങ്ങൾ എന്ത് പഠിക്കുന്നു? ബ്രിട്ടീഷ് ആക്ട് ആൻഡ് പോളിസി എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ അത് മൾട്ടിപ്പിൾ സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റായി. ഹിസ്റ്ററി കവർ ചെയ്തു, പൊളിറ്റി കവർ ചെയ്തു, വേണമെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ജോഗ്രഫി കവർ ചെയ്യാം,
വേണമെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എക്കോണമി കവർ ചെയ്യാം, വേണമെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് മാത്സിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനെ ഒരു ഭാഗം കവർ ചെയ്യാം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ സബ്ജക്ട്സിൻ്റെ പാർട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെസ്റ്റുകൾ വരുമ്പോൾ അത് മൾട്ടിപ്പിൾ സബ്ജക്ട് പാർട്ട് ടെസ്റ്റ്. ഇനി സബ്ജക്ട് ടെസ്റ്റ്, ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം മാത്രം എടുത്തിട്ട് അതിന് വേണ്ടി ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ഇനി ഫുൾ മോക്ക് ടെസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ 30 മാർക്കിന് മാത്സ്, 30 മാർക്കിന് റീസണിങ്, 40 മാർക്കിന് GK വെച്ചുകൊണ്ടുള്ള ഫുൾ ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ 5 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ രീതിയിലുള്ള ടെസ്റ്റുകൾ അതിപ്പം നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ക്ലാസ്സിനകത്തുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നൊക്കെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ആ ടെസ്റ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കൺസെപ്റ്റ് സ്ട്രോങ് ആവുന്നു, പ്രാക്ടീസിലൂടെ നിങ്ങളുടെ കൺസെപ്റ്റ് സ്ട്രോങ് ആവുന്നു. കൺസെപ്റ്റ് സ്ട്രോങ് ആക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു ലൂപ്പാണ്, ഇൻഫിനിറ്റ് ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഓരോ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ, കേൾക്കാത്ത കാര്യങ്ങൾ, അറിഞ്ഞിട്ടും എന്തോ ചെറിയ കൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ മിസ്റ്റേക്ക് കൊണ്ട് തെറ്റിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ കൺസെപ്റ്റിനെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കി വെക്കുക, വീണ്ടും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പോയിട്ട് കാര്യമുള്ളൂ. കാരണം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ എഴുതാൻ പോകുന്നത് 100 മാർക്കാണെന്നുണ്ടെങ്കിലും 100 ചോദ്യങ്ങൾ 100 മാർക്കാണെങ്കിലും ഇവിടെ ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ നിങ്ങളുടെ 3-1 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ധാരണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. നിങ്ങൾ 100-ൽ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, നിങ്ങളുടെ 30 എണ്ണം തെറ്റി, മനസ്സിലായില്ലേ? 30 എണ്ണം തെറ്റി, അപ്പോൾ എത്ര മാർക്കായി? 70 മാർക്കാൻ്റെ ശരിയുള്ളൂ. 30 എണ്ണം തെറ്റിയപ്പോൾ 10 മാർക്ക് നിങ്ങളുടെ പോയി. അപ്പോൾ 70 എണ്ണം ശരി, 10 മാർക്ക് നെഗറ്റീവ് അടിച്ചു, 60 മാർക്കായിട്ട് നിങ്ങളുടെ കുറഞ്ഞു. നിങ്ങൾ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, എത്ര എണ്ണം വരെ എനിക്ക് തെറ്റിക്കാം, ഇത്രയും ധാരണകൾ നിങ്ങളുടെ ആക്യുറസി ലെവൽ എത്രത്തോളം ഉണ്ടാവണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെ തന്നെ സജ്ജരാക്കിയിട്ട് പ്രിപ്പറേഷനുമായിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാനും ഈ വർഷം തന്നെ ജോലിയിൽ കയറാനും പറ്റുള്ളൂ. ഇനി ഇത് നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഷെഡ്യൂളാണ്, ഒരു 120 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ. അതിൽ നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ 120 ദിവസം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം 17ഓളം ആഴ്ചകളായിട്ട് ഈ 120 ദിവസത്തിന് ഡിവൈഡ് ചെയ്തു. 17ഓളം ആഴ്ചകളായിട്ട് നമ്മൾ 120 ദിവസത്തിന് ഡിവൈഡ് ചെയ്തു. ഒരു വീക്കിൽ നിങ്ങൾക്ക് 6 ദിവസം എന്തുണ്ടായിരിക്കും, ക്ലാസ്സുകളുണ്ടായിരിക്കും. ആ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾസ് വ്യക്തമായിട്ട് നിങ്ങളുടെ കൈവശം നമ്മൾ നേരത്തെ കൂട്ടി തരുന്നുണ്ടായിരിക്കും, ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ആൻഡ് 7ാമത്തെ ദിവസം എന്തുണ്ടായിരിക്കും, ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 120 ദിവസമാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. 120 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഷെഡ്യൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. 120 ദിവസമാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 17 ആഴ്ച. ഒരാഴ്ച എന്ന് പറയുമ്പോൾ 6 ദിവസം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ക്ലാസ് ഉണ്ടായിരിക്കും. ക്ലാസ്സിന് ഇതുപോലൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ആൻഡ് 7ാമത്തെ ദിവസം എന്തുണ്ടായിരിക്കും, ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിലെ വീക്ക് 1ൻ്റെ സ്റ്റഡിയാണ് അല്ലെങ്കിൽ പ്ലാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീക്ക് 1 മൺഡേ ടു സാറ്റർഡേ വരെ നിങ്ങൾക്ക് മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, പൊളിറ്റി പഠിക്കണം. മാത്സിൽ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം. അതിനെ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റീസണിങ്ങിന് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം. അതിനെ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് ഉണ്ടായിരിക്കും. പൊളിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യണം. ആൻഡ് ഈ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക് ടെസ്റ്റുകൾ, ഏതൊക്കെ ടെസ്റ്റുകളാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ നമ്പർ അടക്കം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ കൂടെ നമ്മൾ നമ്മുടെ ക്ലാസ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരു 120 ദിവസത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സിലബസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. വീക്ക് 1 ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇത്രയും ടോപ്പിക്സ് അപ്പം എനിക്ക് കവർ ചെയ്യാൻ പറ്റും, ഇത്രയും ടെസ്റ്റുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു 17 വീക്സിന് പ്ലാൻ ചെയ്ത് തുടക്കം തൊട്ടേ ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 120 ദിവസം കഴിയുമ്പോഴേക്കും സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യും, റിവിഷൻ കംപ്ലീറ്റ് കവർ ചെയ്യും. എക്സാമിന് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ടൈറ്റ് ഷെഡ്യൂളാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചധികം ക്ലാസ് അവേഴ്സ് കാണേണ്ടി വരും, കുറച്ചധികം നേരം നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടി വരും. അഗെയിൻ അത്രയും സമയം ഇരുന്ന് പഠിച്ചാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ NTPCയുടെ ലോങ് ടേം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. NTPC ലോങ് ടേം ബാച്ചിന് പുറമെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. 300-ൽ പരം ക്ലാസ് അവേഴ്സ്, പ്രാക്ടീസ് ടെസ്റ്റുകൾ, കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ്, സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി ഉണ്ടായിരിക്കും, ക്യൂ കാർഡ്സ് ഉണ്ടായിരിക്കും, ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉൾപ്പെടുന്ന 500 ദിവസത്തെ വാലിഡിറ്റിയിലുള്ളൊരു ബാച്ചാണ് ഈ പറയുന്ന NTPC ലോങ് ടേം ബാച്ച്. താല്പര്യമുള്ളവർക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ കോംബോ ബാച്ച്, നിങ്ങൾ BTech കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്, +2
ബിടെക്കും കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൂപ്പർ കോംബോ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സമയം NTPC എക്സാം, ജൂനിയർ എഞ്ചിനീയർ എക്സാം, സെക്ഷൻ കൺട്രോളർ എക്സാം ഇത്രയും പരീക്ഷകൾക്ക് ഒരുമിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ്, ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് വിത്ത് ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ, എങ്ങനെയാണ് ഈ 4 പരീക്ഷകളെയും സമീപിക്കേണ്ടത്, 4 പരീക്ഷകൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കൂടെ കാണാം. താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സും എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഇനി നമ്മുടെ പ്രീമിയം ബാച്ച് ആയിട്ടുള്ള GK മാസ്റ്റർ ബാച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ GK ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയാം നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുള്ള ക്ലാസ്സുകളാണ്, എത്രമാത്രം നല്ല ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, കോഴ്സ് എടുത്ത് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പറയുന്ന പോലെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ പ്രോപ്പറായിട്ട് സിലബസുകൾ കവർ ചെയ്തുകൊണ്ട്, പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തിക്കൊണ്ട്, പ്രോപ്പറായിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട്, ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ സിലബസിനെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ, റിവൈസ് ചെയ്യുന്ന രീതിയിൽ, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് ഇപ്പോൾ തൊട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. കോമ്പറ്റീഷൻ അത്രമാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഉഷാറായിട്ട് പഠിക്കുക. ഈ വർഷം തന്നെ ജോലിയിൽ കയറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.